ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതേ നമഃ. ഓം നമോ നാരായണായ. ഞാൻ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവ്വപീഠിക അതിനകത്തിലെ ആ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രീതി. ഇപ്പോൾ തന്നെ പൂർവ്വപീഠികയിലെ വന്ദന ശ്ലോകങ്ങൾ യുധിഷ്ഠിരൻ്റെ 6 ചോദ്യങ്ങൾ, അതിന് ഭീഷ്മ പിതാമഹൻ്റെ മറുപടി, പിന്നെ കവചമന്ത്രങ്ങൾ, ഇതെല്ലാമാണ് അതിനകത്തിലുള്ളത്. അതിനകത്തിൽ ആ യുധിഷ്ഠിരൻ്റെ 6 ചോദ്യങ്ങൾ ഞാനൊന്ന് പറയാം. യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ. ഇപ്പോൾ 3 മിനിറ്റ് നേരമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നത്. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ സമയമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് പേര് കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ ആയിട്ടിടുകയാണെങ്കിൽ 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ ഇടാം. അതങ്ങനെ നോക്കാം. ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. എനിക്കൊരു ഭക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയോ ഒന്നും ഉള്ള കൂട്ടത്തിലല്ലായിരുന്നു. ഞാൻ ചെയ്യുന്ന ജോലി അത് കൂടുതലും അതിനോടങ്ങ് ആഗ്രഹിച്ചങ്ങ് ചെയ്യുക, അല്ലാതെ നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് എനിക്ക് ചിന്തയേ ഇല്ല. അതുപോലെ ഇപ്പോൾ ഈ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ ഭക്തിയോടുള്ള ഒരു ഇത് വന്നിരിക്കും. ഇപ്പം ഞാൻ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ച അത് പറയാം. ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുയുർമാനവാ ശുഭം. യുധിഷ്ഠിരൻ ചോദിച്ച ഇതാണ്: മംഗളം ലഭിക്കുവാൻ മനുഷ്യർ ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത്? ഒന്നാമത്തെ ചോദ്യം അതാ, മംഗളം ലഭിക്കുവാൻ മനുഷ്യർ ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത്? 2, ഏത് ദേവനെയാണ് പരായണമായി, അതായത് പ്രാപ്യസ്ഥാനമായി എടുക്കേണ്ടത്? 3, ഏതൊരു ദേവനെയാണ് സ്തുതിക്കേണ്ടത്? 4, ഏതൊരു ദേവനെയാണ് ആരാധനയും അർച്ചനയും നടത്തേണ്ടത്? കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മത കിം ജവന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. അങ്ങയുടെ അഭിപ്രായത്തിൽ സർവധർമ്മങ്ങളിലും വെച്ച് പരമമായ ധർമ്മം എന്താണ്? ആരുടെ നാമം ജപിച്ചാലാണ് ജന്തുക്കൾക്ക് ജനന മരണങ്ങൾ അടങ്ങിയ ഈ സംസാര ബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്? ഇങ്ങനെയുള്ള 6 ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചത്.